അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 3 തജ്വീദുൽ ഖുർആൻ വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 ക്വസ്റ്റ്യൻ പേപ്പർ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 3 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ടിൻ്റെയും സെക്കൻഡ് പാർട്ടിൻ്റെയും എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 3 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്ത് ഓതണം. ഓപ്ഷൻസ് നോക്കൂ. വമിൻഹും സാബിഖുൻ, മിൻഹും ബതഷ, വമിൻഹും മിൻ. ശരിയുത്തരം മിൻഹും ബതഷ. സാക്കിനായ മീമിന് ശേഷം ബാ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വിധി എന്താണ്? ഇഖ്ഫാ ആണ്. 2. തൻവീനിനെ ഉന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യണം, അതായത് ഇദ്ഗാമും ബിലാ ഗുന്ന. ഓപ്ഷൻസ് നോക്കൂ. ഗഫൂറുൻ ഷക്കൂർ, ഗഫൂറുൻ ഹലീം, ഗഫൂറുർ റഹീം. ശരിയുത്തരം ഗഫൂറുർ റഹീം. തൻവീനിന് ശേഷം ലാമ് അല്ലെങ്കിൽ റാ വന്നാൽ അവിടെ വിധി ഇദ്ഗാമും ബിലാ ഗുന്ന. 3. ഹിക്മത്തും ബാലിഗ എന്നതിലെ തൻവീനിൻ്റെ വിധി. ഓപ്ഷൻസ് ഇൽഹാർ, ഇഖ്ലാബ്, ഇഖ്ഫാ. തൻവീനിന് ശേഷം ബാ വന്നിരിക്കുന്നു. വിധി എന്താണ്? ഇഖ്ലാബാണ്. ശരിയുത്തരം ഇഖ്ലാബ്. 4. സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യൽ നിർബന്ധം. ഓപ്ഷൻസ് മൻഖൂസ്, സുംബുലത്തിൻ, ഖിൻവാനുൻ. ശരിയുത്തരം ഖിൻവാനുൻ. 5. ഇഖ്ലാബിനെ സൂചിപ്പിക്കാൻ ഖുർആനിൽ കാണുന്ന ചിഹ്നം. ഓപ്ഷൻസ് മീം, സീൻ, സ്വാദ്. ശരിയുത്തരം മീം. മീമാണ് ഇഖ്ലാബിനെ സൂചിപ്പിക്കുന്ന ചിഹ്നം. 6. ജന്നാത്തുൻ തജ്രി എന്നതിലെ തൻവീനിനെ. ഓപ്ഷൻസ് ഇദ്ഗാം ചെയ്യണം, മറച്ചു മണിക്കണം, വെളിവാക്കണം. ശരിയുത്തരം മറച്ചു മണിക്കണം. 7. നിർത്തൽ ഏറ്റവും നല്ലത് എന്ന് സൂചിപ്പിക്കുന്നു. ഓപ്ഷൻസ് മീം, ഖില, സില. ശരിയുത്തരം ഖില. 8. ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് വന്ന തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം. ഓപ്ഷൻസ് ബാ, വാവ്, ലാമ്, റാ, ഷീൻ, സ്വാദ്. ബാ വന്നാൽ ഇഖ്ലാബ് ചെയ്യും, വാവ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, ലാമ്, റാ ഇദ്ഗാമും ബിലാ ഗുന്ന. അപ്പോൾ ശരിയുത്തരം ഏതാണ്? ഷീൻ, സ്വാദ്. 9. സാക്കിനായ മീമിനെ വെളിവാക്കി ഓതണം. ഓപ്ഷൻസ് ലഹും മാ, വലഹും ഫീഹ, ലഹും ബിഹി. ശരിയുത്തരം വലഹും ഫീഹ. 10. തൻവീനിന് ശേഷം ലാം വന്നാലുള്ള നിയമം. ഓപ്ഷൻസ് ഇദ്ഗാമും ബിഗുന്ന, ഇഖ്ലാബ്, ഇദ്ഗാമും ബിലാ ഗുന്ന. ശരിയുത്തരം ഇദ്ഗാമും ബിലാ ഗുന്ന. അടുത്ത പ്രവർത്തനം ചേറുംപടി ചേർക്കുക. 11. തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം. 12. തൻവീനിനെ ഇദ്ഗാമും ബിലാ ഗുന്ന ചെയ്യണം. 13. തൻവീനിനെ ഇഖ്ലാബ് ചെയ്യണം. 14. തൻവീനിനെ ഇൽഹാർ ചെയ്യണം. ഇപ്പുറത്ത് നോക്കൂ. എ മാ അം ബിഖദർ, ബി മാ അല്ലക്കും, സി മാ അൻ ഹമീമ, ഡി മാ അൻ സജ്ജാജ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതണം. 11. തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം. ശരിയുത്തരം ഡി മാ അൻ സജ്ജാജ. അവിടെ തൻവീനിന് ശേഷം സാ വന്നിരിക്കുന്നു.
12 തൻവീനിനെ ഇദ്ഗാമും ബിലാഗുന്ന ചെയ്യണം. ശരി, ബി മാ അല്ലക്കും. ഇവിടെ തൻവീനിന് ശേഷം ലാം വന്നിരിക്കുന്നു. 13 തൻവീനിനെ ഇഖ്ലാബ് ചെയ്യണം. ശരി, എ മാ അം ബിഖദർ. ഇവിടെ തൻവീനിന് ശേഷം ബാ വന്നിരിക്കുന്നു. 14 തൻവീനിനെ ഇൽഹാർ ചെയ്യണം. ശരി, സി മാ അൻ ഹമീമ. തൻവീനിന് ശേഷം ഹ വന്നിരിക്കുന്നു. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 15 സുക്കൂനുള്ള നൂനിന് ശേഷം ഡാഷ് വന്നാൽ നൂനിനെ ഇഖ്ലാബ് ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ബാ. സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നാൽ നൂനിനെ ഇഖ്ലാബ് ചെയ്യണം. 16 തൻവീനിന് ശേഷം റാ വന്നാൽ തൻവീനിനെ ഡാഷ് ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഇദ്ഗാമും ബിലാഗുന്ന. തൻവീനിന് ശേഷം റാ വന്നാൽ തൻവീനിനെ ഇദ്ഗാമും ബിലാഗുന്ന ചെയ്യണം. 17 സുക്കൂനുള്ള നൂനിന് ശേഷം ജീം വന്നാൽ നൂനിനെ ഡാഷ് ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഇഖ്ഫാ. സുക്കൂനുള്ള നൂനിന് ശേഷം ജീം വന്നാൽ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. 18 തൻവീനിന് ശേഷം സീൻ വന്നാൽ ഡാഷിനെ ഇഖ്ഫാ ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് തൻവീനിനെ. തൻവീനിന് ശേഷം സീൻ വന്നാൽ തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം. 19 സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ഡാഷ് ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഇഖ്ഫാ. സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ഇഖ്ഫാ ചെയ്യണം. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 20 മാലല്ലുബദ എന്നതിൽ തൻവീനിന്റെ വിധി എന്ത്? ഉത്തരം ഇദ്ഗാമും ബിലാഗുന്ന. 21 മിംബഇൻ എന്നതിലെ നൂനിന്റെ വിധി എന്ത്? ഉത്തരം ഇഖ്ലാബ്. 22 ദുനിയ എന്നതിലെ നൂനിനെ ഇൽഹാർ ചെയ്യുന്നതിന്റെ വിധി എന്ത്? ഉത്തരം നിർബന്ധം. 23 മിൻ കഅസിൻ എന്നതിലെ നൂനിന്റെ വിധി എന്ത്? ഉത്തരം ഇഖ്ഫാ. 24 ഹും ഖൈർ എന്നതിലെ സാക്കിനായ മീമിന്റെ വിധി? ഉത്തരം ഇൽഹാർ. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 25 സക്ത് എന്നാൽ എന്ത്? ഉത്തരം ശ്വാസം വിടാതെ അല്പം അടങ്ങണം. ഇതിനാണ് സക്ത് എന്ന് പറയുന്നത്. 26 സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. എപ്പോൾ? ഉത്തരം സാക്കിനായ നൂനും ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരവും ഒരേ കലിമത്തിൽ വന്നാൽ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. 27 സാക്കിനായ നൂനിനെ ഇഖ്ലാബ് ചെയ്യണം. എപ്പോൾ? ഉത്തരം സാക്കിനായ നൂനിന് ശേഷം ബാ വന്നാൽ നൂനിനെ ഇഖ്ലാബ് ചെയ്യണം. 28 തൻവീനിനെ ഇദ്ഗാമും ബിലാഗുന്ന ചെയ്യണം. എപ്പോൾ? ഉത്തരം തൻവീനിന് ശേഷം ലാം റാ എന്നീ ഹർഫുകൾ വന്നാൽ തൻവീനിനെ ഇദ്ഗാമും ബിലാഗുന്ന ചെയ്യണം. അടുത്ത പ്രവർത്തനം 5 വരിയിൽ ഖുർആൻ ഉപന്യസിക്കുക. 29 ഖുർആനിൽ വഖഫ് ചെയ്യൽ. അപ്പോൾ നോക്കൂ, ഖുർആൻ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. ഓത്ത് തുടങ്ങുന്നതിനും നിർത്തുന്നതിനും പ്രത്യേക നിയമങ്ങളുണ്ട്. എല്ലാ ആയത്തിൻ്റെയും അവസാനം വഖഫ് ചെയ്യാവുന്നതാണ്. ആയത്തുകൾക്കിടയിൽ നിർത്തുന്നത് വഖഫിൻ്റെ ചിഹ്നങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. മുസ്ഹഫുകളിൽ കണ്ടുവരുന്ന വഖഫിൻ്റെ ചിഹ്നങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത് ഓരോ ആയത്തിൻ്റെ അവസാനത്തിലുമുള്ള ചിഹ്നമാണ്. അടുത്തത് മീം, അടുത്തത് ഖല, അടുത്തത് ജീം, അടുത്തത് സില, അടുത്തത് ലാം, അതിനുശേഷമുള്ളത് 2 കുത്ത്, അതിനുശേഷം സീൻ. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.